Good morning students. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രയൽ ബാലൻസ് ആണ്. കേട്ടിട്ടുണ്ടോ? ട്രയൽ ബാലൻസ്. വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്, കോസസ്, അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെയാണ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When transactions take place, first they are recorded in the journal. അല്ലേ, നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജേണലിലാണ്. Then the journal entries are posted to ledger. അവിടുന്ന് നമ്മളത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. Then each ledger account is balanced. After this, a list of these ledger balances is prepared to make sure that posting has been done correctly. This is called trial balance. അല്ലേ, അതായത് നമ്മൾ ഫസ്റ്റ് നമ്മളെ ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, അവിടുന്ന് അത് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും? ലെഡ്ജറിൽ നിന്ന് അതിന് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് നോർമൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത ഐറ്റംസ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ കറക്റ്റായിട്ടാണോ നമ്മൾ പോസ്റ്റ് ചെയ്തത് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കറക്റ്റ്ലി ആണോ ആ പോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുന്ന ഉറപ്പാക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ്. അതിന് നമ്മൾ ബാലൻസ് കറക്റ്റായിട്ടാണോ പോസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ ദിസ് ഈസ് എ ലിസ്റ്റ് ഓഫ് ദീസ് ലെഡ്ജർ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പോസ്റ്റിംഗ് ഹാസ് ബീൻ ഡൺ കറക്റ്റ്ലി. ദിസ് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. അതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതാണ് വാട്ട് ഈസ് ട്രയൽ ബാലൻസ് എന്ന് ചോദിച്ചാൽ ഇതുണ്ട്. ദെൻ അതിന് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് വരുന്നത്? ടു എൻഷുർ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അല്ലേ, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കറക്റ്റായിട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത് ടു പ്രൊവൈഡ് ബേസ് ഫോർ പ്രിപ്പയറിങ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ബേസ് നമുക്ക് കിട്ടുന്നു. ദെൻ മൂന്നാമത്തത് ടു ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് സർട്ടൻ എറേഴ്സ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ടു സെർവ് ആസ് എൻ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, ദെൻ അവിടെ നിന്ന് അത് പോസ്റ്റ് ചെയ്യുന്നു എവിടേക്ക്? ലെഡ്ജറിലേക്ക്. അപ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്തതെന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 3 മെത്തേഡാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ടോട്ടൽ മെത്തേഡ്, ദെൻ ബാലൻസിങ് മെത്തേഡ്, ദെൻ ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ്. അത് ജസ്റ്റ് വായിച്ചു തരാം. ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ടോട്ടൽ മെത്തേഡ് ഡെബിറ്റ് ടോട്ടൽസ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ് ഓഫ് ഈച്ച് അക്കൗണ്ട്സ് ആർ എൻറ്റേർഡ് ഇൻ ദ ട്രയൽ ബാലൻസ് ഇൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് റെസ്പെക്റ്റീവ്ലി. Both the sides of trial balance should be equal. If they are not equal, we can understand there are certain errors. അതായത് ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ രണ്ട് സൈഡും ഈക്വൽ ആണോന്നും ചെക്ക് ചെയ്യും. ഇത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതിനെന്താണ്? അത് എന്തോ ഒരു എറർ അതിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ബാലൻസ് മെത്തേഡ്. ഇതിൽ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ. ഒരു അസംഷൻ്റെ ബേസിലായിരിക്കും ഈ മെത്തേഡ് ഉണ്ടാവുക. ഇഫ് ഈക്വൽസ് ആർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽസ് the remains are equal. Under this method, trial balance is prepared with the balance extracted from the ledger are not total. അതായത് debit balance should be entered in the debit column and credit balance shall be taken in the credit column. Generally, trial balance is under balanced method. Generally, നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് മെത്തേഡിലായിരിക്കും. അതായത് ഡെബിറ്റ് കോളത്തിൽ ഐറ്റംസ് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിൽ ഐറ്റംസ് ക്രെഡിറ്റ് കോളത്തിലുമായിട്ട് ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ മെത്തേഡിങ്. ഇപ്പോൾ വാട്ട് ഈസ് ട്രയൽ ബാലൻസ് നോക്കി, ഒബ്ജക്റ്റീവ്സ് നോക്കി, മെത്തേഡ്സ്. ദെൻ കോസസ് ഫോർ ദ ഡിസ്അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഡിസ്അഗ്രിമെൻറ്റിന് ചില കാരണങ്ങളുണ്ട് അല്ലേ? ട്രയൽ ബാലൻസ് ടോട്ടൽ ആവാതിരിക്കാനോ അതിനൊക്കെ ആയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. ഫസ്റ്റ് വൺ ആണ് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ്. അത് ഞാൻ പറയുന്ന പോയിന്റ് അതേപോലെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയെടുത്താൽ മതി. ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് നിങ്ങളുടെ ബുക്സിൽ ഉണ്ടാവും. ഓക്കെ,
ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. രണ്ടാമത്തത് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. മൂന്നാമത്തത് അത് പോയിന്റ് വൈസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് വൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്കത് വിട്ടു പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്കും ലെഡ്ജറിൽ നിന്നൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എൻട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ടോ കാര്യങ്ങളോ നമ്മളോട് വിട്ടു പോകാം. അതാണ് ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് വൺ അക്കൗണ്ട്. രണ്ടാമത്തത് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. അതായത് ഒരേ അക്കൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് സംഭവിക്കാം, ഒരേ സാധനം തന്നെ രണ്ട് പ്രാവശ്യം നമ്മളോട് ചിലപ്പം ഡബിൾ എൻട്രി ആയിട്ട് ചിലപ്പം നമുക്ക് എൻട്രി ചെയ്തിട്ട് പോകാം. അപ്പം അത് അതിൻ്റെ ഒരു ഡിസഗ്രിമെൻ്റ് ആണ് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. മൂന്നാമത്തത് പോസ്റ്റിംഗ് ഓൺ ദ റോങ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ജേണലിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഡ്ജറിലേക്ക് നമുക്ക് വേറൊരു അക്കൗണ്ടിലേക്ക്, ഇപ്പം ക്യാഷ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റം നമുക്ക് ചിലപ്പോൾ സെയിൽസ് അക്കൗണ്ടിലേക്കോ അങ്ങനെ റോങ് ആയിട്ട് മാറിപ്പോവാം അല്ലേ. അപ്പം റോങ് പോസ്റ്റിംഗ് സൈഡ് മാറിപ്പോ അല്ലെങ്കിൽ അക്കൗണ്ട് മാറിപ്പോവും അല്ലെ. സൈഡ് ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് കോളത്തിൽ ഐറ്റം എഴുതേണ്ട സാധനം നമ്മളോട് മേ ബി ക്രെഡിറ്റ് കോളത്തിലേക്ക് റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് പോവാം. അപ്പം മൂന്നാമത്തത് പോസ്റ്റിംഗ് റോങ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട്. നാലാമത്തത് പോസ്റ്റിംഗ് റോങ് എമൗണ്ട്. റോങ് സൈഡ് ആവുന്ന പോലെ തന്നെ റോങ് എമൗണ്ട് പോസ്റ്റ് ചെയ്ത് പോവാം. 5000 രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ 500 രൂപ, ഒരു 0 വിട്ടുപോയാൽ തീർന്നില്ലേ, എമൗണ്ടിൽ ടോട്ടൽ ഡിഫറൻസ് വരില്ലേ. അപ്പം റോങ് എമൗണ്ട് പോസ്റ്റിംഗ് ആവാം, അതേപോലെ റോങ് സൈഡ് ഓഫ് പോസ്റ്റിംഗ് ആവാം. മൂന്നാമത്തത് പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് റോങ് ടോട്ടലിംഗ് ഓഫ് സബ്സിഡിയറി ബുക്ക്. ഓക്കെ, സബ്സിഡിയറി ബുക്സ് എന്ന് പറഞ്ഞാൽ കുറേ ബുക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ തെറ്റിപ്പോവാം അല്ലേ. അപ്പം ടോട്ടലിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക്, സൈഡിലേക്ക് ഏത് സൈഡ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് മാറിപ്പോകുന്ന മിസ്റ്റേക്ക്, എമൗണ്ട് മാറിപ്പോകുന്ന മിസ്റ്റേക്ക്, വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ 2 പ്രാവശ്യം എൻ്റർ ചെയ്യുന്നത്, ഇതൊക്കെ ട്രയൽ ബാലൻസ്. ഇതൊരു കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കി വെക്കുക. നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ വിട്ടുപോകുന്നത് അതൊക്കെയാണ് അടുത്തത് എന്താണ്, ഒമിറ്റിംഗ് ടു പോസ്റ്റ് ദ ടോട്ടൽ ഓഫ് സബ്സിഡിയറി ബുക്സ്. സബ്സിഡിയറി ബുക്കിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോവാം. നേരത്തെ പറഞ്ഞത് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോകുന്നത്, അതേപോലെ സബ്സിഡിയറി ബുക്സ് നിന്ന് നമുക്ക് നേരിട്ട് എഴുതാൻ വേണ്ടിയിട്ട് വിട്ടുപോകുന്നത്. അതിൽ റോങ് ടോട്ടലിംഗ് ഓർ ബാലൻസിങ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ ടോട്ടലിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ്. റൈറ്റിംഗ് ദ ബാലൻസ് ഓഫ് എൻ അക്കൗണ്ട് ദ റോങ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ അതേപോലെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതേണ്ടത് ഡെബിറ്റിൽ എഴുതാണ്ട് ക്രെഡിറ്റിൽ എഴുതുന്നത് ഡെബിറ്റിൽ മാറിപ്പോകുമ്പോൾ ഉള്ളത്. ട്രയൽ ബാലൻസിൻ്റെ റോങ് ടോട്ടലിംഗ്. ഇതൊക്കെയാണ് ഒരു ട്രയൽ ബാലൻസിൻ്റെ കോസസ് ഫോർ ഡിസഗ്രിമെൻറ്റിൻ്റെ കാരണങ്ങൾ. ഏതൊക്കെയാണ്? 10 കാരണങ്ങളുണ്ട്. അത് രസമായിട്ട് ചോദിക്കാം. അത് സിമ്പിളാണ്. അതിൻ്റെ ഒരു പോയിന്റ് പഠിച്ച ആ പോയിന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സുഖമായിട്ട് ഒരു എസ്സേക്ക് മാർക്ക് വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്താ, ഒമിഷൻ ഓഫ് പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. രണ്ടാമത് ഡബിൾ പോസ്റ്റിംഗ് ഇൻ വൺ അക്കൗണ്ട്. 3 പോസ്റ്റിംഗ് ഓഫ് ദ റോങ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട്. 4 പോസ്റ്റിംഗ് റോങ് എമൗണ്ട് ഇൻ എൻ അക്കൗണ്ട്. റോങ് ടോട്ടലിംഗ് ഓഫ് ദ സബ്സിഡിയറി ബുക്ക്. omitting to post the total of subsidiary books. Wrong totaling or balancing of an account. 8 omission of an account from trial balance. 9 writing the balance of an account of the wrong side of the trial balance. 10 wrong totaling of trial balance. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, ദെൻ നമുക്കിനി പഠിക്കാനുള്ളത് errors not disclosed by the trial balance. ട്രയൽ ബാലൻസിൽ എന്തൊക്കെ എറേഴ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. എറേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്രയൽ ബാലൻസ് പഠിക്കുമ്പോൾ ട്രയൽ ബാലൻസിൻ്റെ എറേഴ്സിനെ കുറിച്ചാണ് അധികവും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്. എറേഴ്സ് നോട്ട് disclosed by ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത എറേഴ്സിനെ കുറിച്ച്. അതിൽ ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് എറർ ഓഫ് പ്രിൻസിപ്പൽ.
ഫസ്റ്റ് എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് എറർ ഓഫ് കമ്മീഷൻ. മൂന്നാമത്തത് കോമ്പൻസേറ്റിംഗ് എറർ. ഈ 3 എറേഴ്സാണ് ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കുക. എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ ഒന്നുകൂടി ഉണ്ടാവും, എറർ ഓഫ് ഒമിഷൻ. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുള്ളൂ. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് വിട്ടുപോവുക. അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വിട്ടുപോവുക. ഓക്കെ, അതായത് ഇപ്പം ജേണലിൽ നിന്നാണല്ലോ ലെഡ്ജർ എഴുതുന്നത്. അപ്പോൾ ലെഡ്ജർ എഴുതുന്ന സമയത്ത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ജേണലിൽ എഴുതിയ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ നമുക്ക് ഇവിടേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോവാം. അതിനെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓർഡറിലല്ല പറയുന്നത്, സിമ്പിളായിട്ട് മനസ്സിലാകുന്നത് കറക്റ്റ് പറയുന്നത്. ദെൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ആസ് പെർ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് or some other accounting principle has ignored, the error arising are called error of principle. അതായത് ട്രാൻസാക്ഷൻസ് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ചിലപ്പോൾ നമ്മളോട് എന്താ പറയുക റെക്കോർഡ് ചെയ്യുമ്പോൾ വിട്ടുപോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റത്തിന് ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റത്തിന് ക്രെഡിറ്റ് സൈഡിലും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ എഴുതാതിരിക്കുന്നത് മാറിപ്പോവുക, തിരിഞ്ഞു പോവുക, അതിനൊക്കെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എറർ എന്ന് പറയുന്നത്. ദെൻ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, എറർ ഓഫ് ഒമിഷൻ പറഞ്ഞല്ലോ നമ്മളോട് എഴുതാൻ വിട്ടുപോവുക. അപ്പം ജേണൽ എൻട്രിയിൽ നിന്ന് പോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നതിന് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയാം. Then error of commission. Error of commission എന്ന് പറഞ്ഞാൽ എന്താ? When error is committed in recording a transaction in subsidiary book with that wrong amount is committed in the posting to wrong account. അതായത് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റോങ് എമൗണ്ട്, തെറ്റായ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതായത് ഓൾറെഡി എമൗണ്ടും തെറ്റായിരിക്കും, അതേപോലെ സെയിൽസിൽ എഴുതേണ്ട സാധനത്തിനെ നമ്മൾ കൊണ്ടുപോയിട്ട് പർച്ചേസ് ബുക്കിൽ എഴുതി പോകുന്നു, മാറിപ്പോകുന്നു, അക്കൗണ്ട് മാറിപ്പോവുക, അക്കൗണ്ട് മാറിയും പോവുക, എമൗണ്ട് റോങ് ആയി പോവുക. അതിനെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എഴുതേണ്ട ഐറ്റത്തിന് മാറിപ്പോവുക. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടുകൾ തമ്മിൽ മാറിപ്പോവുക, അക്കൗണ്ടിൽ എഴുതേണ്ട എമൗണ്ടുകൾ തമ്മിൽ മാറിപ്പോവുക. അതിനാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വിട്ടുപോവുക, എഴുതാനേ വിട്ടുപോവുക. നമ്മളോടായ ട്രാൻസാക്ഷന് അതിലെ പോസ്റ്റിങ്ങും കാര്യങ്ങൾ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. അതിനാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദെൻ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് എറർ വിച്ച് nullify the effect of each other are called compensating error. In other words, അതായത് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു റാമിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരു 200 രൂപ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അത് നമുക്ക് റോങ് ആയിട്ട് 200 രൂപയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അത് 400 രൂപയായിട്ട് നമ്മളോട് റാമിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എന്തായിപ്പോയി? ഡെബിറ്റ് ചെയ്തു പോയി. വൈൽ പോസ്റ്റിംഗ് ആൻഡ് എൻട്രി ഓഫ് 500 ഡെബിറ്റ് സൈഡ് ഓഫ് സം അതർ അക്കൗണ്ട് വി ആർ റോട്ട് 300. വേറൊരു അക്കൗണ്ടിൽ 500 രൂപ എഴുതേണ്ടതിന് പകരം നമ്മളോട് 300 രൂപ എഴുതിപ്പോയി. ഇവിടെ 200 രൂപ എഴുതേണ്ടതിന് പകരം 400 രൂപ എഴുതിപ്പോയി. ഓക്കെ, അപ്പം ഇതിൽ 100 രൂപ എന്താവും? കോമ്പൻസേറ്റ് ചെയ്ത് പോയില്ലേ? അതിലെ വ്യത്യാസം ഇവിടെ ഒരു 200 രൂപയും ഇവിടെ 500 രൂപ എഴുതേണ്ടത് 300 രൂപ. അപ്പോൾ 200 രൂപ ഇവിടെ മിസ്സിംഗ് ആണ്, ഇവിടെ മിസ്സിംഗ് ആണ്. പക്ഷെ അത് ഫൈനലി അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ? ആ 2 അക്കൗണ്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകും. 200 രൂപേനെ മിസ്റ്റേക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെയായാലും ആയ മിസ്സിങ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോകും.
അങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന എററിനെയാണ് നമ്മൾ പേര് പോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുവന്നു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രയൽ ബാലൻസിൻ്റെ എറേഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ 4 എററായിരിക്കും ഉണ്ടാവുക. എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ ആൻഡ് എറർ ഓഫ് കമ്മീഷൻ. എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും?